ഹായ്, ഞാൻ ഷീല. നമുക്കൊരു സാധാ ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അതായത് കണ്ടില്ലേ, ലൈനിങ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ തുണിയുടെ അകവശം ചീത്ത വശം ഇതാണ്. അപ്പോൾ ഈ വശത്ത് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണത്തില്ല, അതുകൊണ്ട് നല്ല വശത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തുണി മാത്രമേ നല്ല വശത്ത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ചീത്ത വശത്ത് നമുക്ക് മാർക്ക് ചെയ്യുമ്പം വീഡിയോയിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് നല്ല വശത്ത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് നോക്കിയൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യം തുണി നമ്മളിപ്പോൾ 1 മീറ്ററോ 1.5 മീറ്ററോ ഒക്കെ ആയിരിക്കും കൈയുടെ ഇറക്കത്തിനനുസരിച്ച് തുണി വാങ്ങിക്കുന്നത്. അപ്പം ഇത് 1 മീറ്ററുണ്ട്. 1 മീറ്റർ കൂടുതലുണ്ട് കേട്ടോ, 1.25 ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തുണി കറക്റ്റ് ഇങ്ങനെ ഈ തേര് വശം രണ്ടായിട്ട് ചേർത്ത് മടക്കണം. ഇതാണ് നീളം വരുന്നത്. ഇത് ഈ കട്ട് ചെയ്ത ഭാഗം ഇറക്കം വരും. അതായത് ഇത് നീളം വരും, ഈ കട്ട് ചെയ്ത ഭാഗം വണ്ണം വരും കേട്ടോ. അപ്പം ലെന്ത് ഇറക്കം എടുക്കുന്നത് ഇങ്ങനെയും വണ്ണം എടുക്കുന്നത് ഇങ്ങനെയും. അപ്പോൾ ആദ്യം 2 ഭാഗം കൂടെ ചേർത്ത് ഒന്നിച്ച് മടക്കിയതിന് ശേഷം നമ്മൾ ബ്ലൗസിന് ആദ്യം കട്ട് ചെയ്യുന്നത് എന്താ, ബാക്ക് പീസാണ്. അപ്പോൾ അത് തുണി ഒന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. എനിക്കിവിടെ വേണ്ടുന്ന ഇറക്കം 15 ആണ്. 15ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിന് കൂട്ടണം. അപ്പോൾ 16 എടുത്തു. 16 എടുത്തിട്ട് ഇത് ഞാൻ ഈ ലെവൽ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തേക്കാം. എടുത്തിട്ട് നമ്മളിവിടെ 16 മാർക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി ഒന്നുകൂടെ 16 മാർക്ക് ആ ലെവല് തുണിയും വര കറക്റ്റാക്കണം. ആ ലൈനങ്ങ് കറക്റ്റാക്കി. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഷോൾഡർ വേണം. എനിക്കിവിടെ വേണ്ടുന്ന ഷോൾഡർ 14.5 14.5 അവിടെ വേണ്ടുന്നതുകൊണ്ട് ബാക്ക് എനിക്ക് 8 ഇറക്കുന്നത്. ബാക്ക് നെക്ക് ഇറക്കുന്നതിന് അനുസരിച്ച് ഫുൾ നമ്മൾ കറക്റ്റ് ഷോൾഡർ എത്രയാണെന്ന് എടുത്തിട്ട് അതിന് കുറയ്ക്കണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 14.5 ഷോൾഡർ വന്നുകൊണ്ട് ബാക്ക് നെക്ക് 8 വന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ 6 എടുക്കുന്നുള്ളൂ ഷോൾഡർ. അല്ലെങ്കിൽ ബാക്ക് നെക്ക് ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ കറക്റ്റ് നമ്മൾ 14.5 പകുതിയായി എടുക്കണ്ട, 6 7.25. അപ്പോൾ അത് 7.25 എടുക്കുമ്പം ബാക്ക് നെക്ക് 8 എടുത്തു കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങിപ്പോവും. അപ്പോൾ ഷോൾഡറിൻ്റെ ബാക്ക് നെക്ക് ഇറക്കുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ വീതി കുറയ്ക്കണം കേട്ടോ, നീളം കുറയ്ക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 6 മതി. എന്തുകൊണ്ടാണ്, ബാക്ക് നെക്ക് 8 എടുക്കുന്നുണ്ട്. ഓക്കെ, 6 എടുത്ത് ഷോൾഡർ 6 എടുത്ത് കൈക്കുഴി എനിക്ക് വന്നേക്കുന്നത് ഞാനിപ്പോൾ 5.5 എടുക്കുന്നു. 5.5 എടുത്തിട്ട് അവിടെ ചെസ്റ്റ് ലൈൻ നോക്കണം. ചെസ്റ്റ് വന്നേക്കുന്നത് 44 2 2 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. അപ്പോൾ 44 ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ്. ഇപ്പോൾ 44 എടുത്ത് 2 ഇഞ്ച് 42 വന്നുകൊണ്ട് 44 എടുത്ത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 11. 44ൻ്റെ 4/1 ഭാഗം 11. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കൈ കുഴിച്ച് വെട്ടണം. കൈ കുഴിച്ച് വെട്ടുമ്പം 5.5യുടെ പകുതി 2.25 വരും. ഇവിടുന്ന് ഈ കോർണറിൽ നിന്ന് 1.5 മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോൾ വന്നേക്കുന്നത് 18. ആം ഹോൾ റൗണ്ട് വന്നേക്കുന്നത് 18. അപ്പോൾ അതിൻ്റെ പകുതി 9. 9ഉം ഒരു 1/4 ഇഞ്ച് ലൂസ് കൂടെ കെട്ടണം. അപ്പോൾ നമ്മളിവിടെ ഈ 5.5 മാർക്ക് ആം ഹോൾ കൈക്കുഴി 5.5 എടുത്തിട്ട് പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1.5 മാർക്ക് ചെയ്ത് ഈ കോർണർ കിട്ടാൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഈ ചെസ്റ്റ് വണ്ണത്തിലോട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ നമുക്കിവിടെ 9.25 കിട്ടുന്നതുകൊണ്ട് ആം ഹോൾ റൗണ്ട് 9.25 കിട്ടുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ടേപ്പ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ എനിക്ക് കറക്റ്റ് 9.25 കിട്ടി. അപ്പോൾ ഈ വ്യക്തിക്ക് 11 ചെസ്റ്റ് വന്നപ്പം 4/1 ഭാഗമാണേ, 44ന് 4/1 ഭാഗം 11. അപ്പോൾ കൈക്കുഴി 5.5 എടുത്തു. ആം ഹോൾ എനിക്ക് 9.25. 9 18 1/2 ഇഞ്ച് ലൂസ് റൗണ്ട് ആവും. അപ്പം കറക്റ്റായിട്ട് എനിക്ക് 9 കിട്ടും. അപ്പോൾ ഈ 5.5 മതി കേട്ടോ.
അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് അടിയിലത്തെ നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം എടുത്തില്ലേ വയറിൻ്റെ ആ ഭാഗത്തെ ആ ഇറക്കമാണ് വേസ്റ്റ് വണ്ണം വന്നേക്കുന്നത് 36. അപ്പം 9 എടുക്കണം. 9 എടുത്തിട്ട് ഒരു ബാക്കിലൊരു ടക്ക് വരും, അപ്പോൾ അതിന് അരയിഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പോൾ 9.5 മൊത്തം 9.5 എടുക്കുക. അപ്പം നമ്മളിവിടെ 11 എടുത്ത് 9.5 എടുത്ത് ഇത് രണ്ടും കൂടെ നമുക്ക് അടയാളം ചെയ്യാം, ലൈൻ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, തയ്യൽ തുമ്പ് എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടും നമുക്ക് കഴിഞ്ഞേ. ഇനി ടക്ക് വിത്ത് ഒരു ഒതുങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞത്. ടക്ക് വിത്തല്ല കേട്ടോ, നെക്കിൻ്റെ വിത്ത് 2 ഒതുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു 2.5 എടുക്കുന്നുള്ളൂ. ടക്ക് വിത്തല്ല, നെക്കിൻ്റെ വിത്ത് കേട്ടോ, മാറിപ്പോന്നു. നെക്കിൻ്റെ വിത്ത് അതായത് വൈഡ് 5 വേണ്ടത്. 5 വരുമ്പം നമുക്ക് ഒരു സൈഡിൽ 5 വേണം. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 5.5 ആവും. അപ്പോൾ ഞാൻ 5ൻ്റെ പകുതി എടുക്കുന്നു, 2.5. ഓക്കെ, തയ്ച്ച് വരുമ്പോൾ അത് 2.25 ആവും. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. നെക്കിൻ്റെ വിത്ത് 5 വേണ്ട, ഒരു ഭാഗം ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുക്കുന്നു, 2.5. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8. അപ്പോൾ നമ്മൾ ബാക്കിലെ പീസിൻ്റെ എല്ലാം ആയിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ ലൈൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഏത് നെക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ഷേപ്പ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഒരു 1/2 ഇട്ടിട്ട് നമുക്ക് ഏത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പ്. ഇതേപോലെ ഒരു ആംപിൾ കർവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചങ്ങ് പെട്ടെന്ന് ഷേപ്പ് എടുക്കാം. ഇത്തിരി കൂടെ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊള്ളിച്ചാൽ മതി, ഇങ്ങനെ വൈഡ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഒരു ടക്ക് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കാണുക. 9.5യുടെ സെൻറ്റർ എത്ര? പകുതി എത്ര? 9.5യുടെ സെൻറ്റർ 4.25 വരെ അല്ലേ? 4.25 മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ബാക്ക് ടക്കിൻ്റെ ലെന്ത് ഒരു 4 വരെ പോകാം. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത്രയും മനസ്സിലായല്ലോ? ഞാൻ ലേശം വൈഡ് എടുക്കുന്നത് കേട്ടോ, എന്നിട്ട് മുകളിലോട്ട് ഒതുക്കിയെടുക്കുന്നത് കണ്ടോ? കത്തിരിയുടെ അറ്റം ഇങ്ങനെ വെച്ച് ഉണ്ടല്ലോ, ഇതേപോലെ അത് ഷേപ്പ് എടുത്തു. 1/4 ഇഞ്ചും അല്ലെ 1/2 ഇഞ്ചും പോയിൻ്റുമായിട്ട് ഷേപ്പ് എടുക്കണം കേട്ടോ. ബാക്കിൽ നമ്മളിവിടെ കട്ട് ചെയ്യുമ്പം തയ്യൽ തുമ്പിൻ്റെ ഇങ്ങോട്ട് ഇറക്കിച്ച് കട്ട് ചെയ്യണം, 1/2 ഇഞ്ച് കേട്ടോ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റിലൂടെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നൊന്നും മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേരണം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ മുകളിലോട്ടാണല്ലോ. ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് വെട്ടാൻ പോകുന്നത്. ഫ്രണ്ട് പീസ് വെട്ടുമ്പം ഡിസൈൻ നോക്കി ചെയ്യണം. അത് കണ്ടോ? ഇനി ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ട്. ഇപ്പോൾ ഡിസൈൻ എനിക്കിനി ഇത് മുകളിലോട്ടാണ് വേണ്ട, അതൊക്കെ നോക്കി ചെയ്യണം കേട്ടോ. ഇനി ഈ ഡിസൈൻ നമുക്ക് മുകളിലോട്ട് വേണ്ടതുകൊണ്ട് ഞാൻ തുണിയെ തിരിച്ചിങ്ങോട്ട് എൻ്റെ വശത്തോട്ട് ഇട്ടിട്ട് ഓപ്പൺ സൈഡ് എൻ്റെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓക്കെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യില്ലേ, ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇടണം കേട്ടോ. ഓപ്പൺ സൈഡ് ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ഓപ്പൺ സൈഡ് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് പീസ് എടുത്ത് ഇങ്ങനെ ബാക്ക് പീസിൻ്റെ നെക്ക് ഭാഗം, മടക്ക് ഭാഗം. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ? ഇനി എനിക്ക് വേണ്ടുന്നത് ഫ്രണ്ട് നെക്ക് വന്നേക്കുന്നത് 7. അപ്പോൾ 7 ഇങ്ങനെ
ഒരു 1/4 ഇഞ്ച് ഈ തേര് വശം ഒന്ന് തള്ളിയിടണം. ഇവിടെ നമുക്ക് ഉക്കിൻ്റെ പടിയൊക്കെ വരുമ്പോൾ അവിടെ അടിച്ചു പോകും. അപ്പോൾ എനിക്കിവിടെ നെക്ക് വന്നേക്കുന്നത് 7 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് വന്നേക്കുന്നത് 7. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഈ ഷോൾഡറിൻ്റെ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്കൂടെ ഇങ്ങനെ ആ കൈക്കുഴി ഇങ്ങനെ വണ്ണം മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനേക്കായാലും ബാക്കിനേക്കായാലും ഫ്രണ്ട് എത്ര എടുക്കണം? ഒരു 1.25 ഇഞ്ച് കൂട്ടിയെടുക്കണം. ബാക്കിന് പല രീതിയിൽ നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാം. ഇത് ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ബാക്ക് 16 എടുത്തെങ്കിൽ ഇവിടെ നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 17.25, 1 ഇഞ്ചല്ല 1.25. ഞാൻ ശരിക്കും തയ്ക്കുമ്പോൾ 1 ഇഞ്ച് മതി. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാണ് ഞാൻ 1.25 പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1.25 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ലൈൻ ചെയ്യാം. 1.25 എടുത്തോ. എന്നിട്ട് നമ്മുടെ കണ്ടല്ലേ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റാം. ബാക്ക് പീസ് അങ്ങ് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടിൽ എനിക്ക് നെക്ക് ഇറക്കം വന്നേക്കുന്നത് 7. ആ നെക്ക് നമുക്ക് ഷേപ്പ് എടുക്കാം. പാം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് ചെയ്താൽ മതി. കറക്റ്റാണ്, കൈകൊണ്ട് വരച്ചാലും കറക്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിലെ കൈക്കുഴിയാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ. ഫ്രണ്ട് ഭാഗം ഇതിനേക്കായാലും ഒരു 1/2 ഇഞ്ച് കൂടെ ഇങ്ങോട്ട് എടുക്കണം. ഫ്രണ്ട് 1/2 ഇഞ്ച് കുഴിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തണം. കണ്ടോ, ബാക്കിൽ ഇങ്ങനെ 1/2 ഇഞ്ച് ഫ്രണ്ട് കയറ്റി എടുക്കണം. അത് കഴിഞ്ഞിട്ട് പോയിൻ്റ് എടുക്കണം. ടക്ക് പോയിൻ്റ് എന്ന് പറയാം. നമ്മൾ ടക്ക് ഇടുന്നല്ലേ. അപ്പം ടക്കിൻ്റെ വിത്ത് അത് ബ്രസ്റ്റ് ടു ബ്രസ്റ്റ്, പോയിൻ്റ് ടു പോയിൻ്റ് വരുമ്പം പോയിൻ്റ് ടു പോയിൻ്റ് വരുന്നേക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 4 ഇഞ്ച്. അളവെടുത്ത് തയ്ക്കുമ്പോൾ അളവിൽ നിന്ന് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് നമ്മുടെ പോയിൻ്റ് ടു പോയിൻ്റ് എടുക്കണം. ബ്രസ്റ്റ് പോയിൻ്റിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റിലോട്ടുള്ള വീതി എടുത്തിട്ട് അതിൻ്റെ പകുതി എടുക്കണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ കുട്ടിക്ക് വന്നേക്കുന്നത് 8ആണ്. അതിൻ്റെ പകുതി എടുത്തപ്പോൾ 4. ഓക്കെ. ഈ 4ൻ്റെ നേരെ നിന്ന് നമ്മുടെ പോയിൻറ്റിൻ്റെ, അതായത് ടക്ക് പോയിൻ്റ് എടുക്കണം. ടക്ക് പോയിൻ്റ് വന്നേക്കുന്നത് 11ആണ്. ടക്ക് പോയിൻ്റ് വന്നേക്കുന്നത് 11. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടുന്ന് നമുക്ക് 11ന് 11.5 എടുക്കണം. ഇവിടെ ഷോൾഡർ അടിച്ച് പോകുമ്പോൾ 1/2 ഇഞ്ച് പോകും. 11.5 മാർക്ക് ചെയ്യാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. മനസ്സിലായിട്ട് ഇങ്ങനെ ഒരു ലൈനും കൊടുക്കാം. അപ്പം നമ്മുടെ ടക്ക് ഇവിടുന്ന് വരുന്ന ടക്ക് ഇവിടം വരെ ഉണ്ടാകും. ഇതിൻ്റെ ലെന്ത്, ടക്കിൻ്റെ ലെന്ത് എത്ര? ഈ പോയിൻ്റിൻ്റെ ലെന്ത് നമ്മൾ അടിയിൽ നിന്നൊരു വീതിക്ക് മടക്കി അടിക്കുന്നില്ല, മെയിൻ ടക്ക് 3.5 എടുക്കുന്നത് കേട്ടോ. 3.5 എടുക്കുമ്പോൾ അത് മതി. 3.5 എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഒരു ലൈൻ ചെയ്യാം. ഇത്രയും മനസ്സിലായല്ലോ. ടക്കിൻ്റെ വിത്ത് പോയിൻ്റ് ടു പോയിൻ്റ് 8 ഇഞ്ച്, അതിൻ്റെ പകുതി 4 ഇഞ്ച്. ടക്കിൻ്റെ ലെന്ത്, പോയിൻ്റ് ലെന്ത് 11ആണ്. 11.5 എടുത്ത് അവിടുന്ന് നേരെ ലൈൻ 3 വേണ്ട, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. ഇപ്പോൾ ഈ 2 ലൈനിയും കൂടെ വരച്ചു. എന്നിട്ട് ഇവിടെ ഒരു ഷേപ്പ് നമ്മൾ കട്ടിങ് പീസ് എടുക്കുമല്ലോ, അതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആണ് 3.5യുടെ പകുതി എത്ര? 3.5യുടെ പകുതി 1.25 വരും അല്ലേ. 1.25 നിന്നും 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അപ്പം 1.25 പിന്നെ 1/2 ഇഞ്ച് കൂടെ കൂടുമ്പം 2.25 വരും. അപ്പോൾ 2.25 എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ ഈ കിട്ടിയതിൻ്റെ പകുതി പ്ലസ് 1/2. ഈ കിട്ടിയതിൻ്റെ പകുതി 3.5 കിട്ടി. 3.5യുടെ പകുതി 1.25. ഓക്കെ. പിന്നെ 1/2 കൂടെ കൂട്ടണം. അപ്പോൾ 2.25 ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അതേപോലെ തന്നെ അതിൻ്റെ പകുതി
1.5 മാർക്ക് ചെയ്ത് ഇനി ഞാൻ ഇതൊരു ഷേപ്പാക്കി എടുക്കുക. ഇവിടെ ഒരു വീതി, മെയിൻ ടക്കിൻ്റെ വീതി ബ്രസ്റ്റ് ഉള്ളവർ ഇങ്ങനെ എടുക്കുക. ആദ്യം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, പിന്നെ ഈ ടക്ക് എടുക്കുന്ന ഒരു കണക്കുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ നമുക്ക് ബ്രസ്റ്റ് ഇങ്ങനെ ആദ്യം വലിയ ടക്ക് ഇടുമല്ലോ, ആ മെയിൻ ടക്കിന് 1.5 എടുത്തു, ഇവിടെ 1.5 എടുത്തു. അപ്പോൾ 1.5 എടുത്തിട്ട് ഇതേപോലെ ലൈൻ ചെയ്യാം. അപ്പം ടക്ക് കിട്ടിയാലോ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവരണം, ഇതേപോലെ കണ്ടോ. അപ്പം നമ്മുടെ വണ്ണം ഇവിടെ കിട്ടി. കണ്ടോ, ഈ 1.5 ഇവിടെ നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ കുറവ് വരത്തില്ല. അന്നേരം ഇവിടെ ഒരു 1.5 കൂട്ടിയെടുക്കണം. ഇവിടെ 1.5 വരുമ്പോൾ ഇവിടെ ഒരു 1.5 തുണി പോകുമല്ലോ, അന്നേരം അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ അടുത്ത് പിടുത്തം വരും. നമ്മുടെ ബാക്കിലെ വണ്ണം മാർക്ക് ചെയ്തേക്കുന്ന ഇത്. അപ്പോൾ ഇവിടെ ഒരു 1.5 ഇഞ്ച്, ഈ ലൈനിയും കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം ടക്കിൻ്റെ ആ പിടിക്ക്, ഇവിടുത്തെ കുറവിന് വേണ്ടി. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് 1 എടുക്കാം, പിന്നെ ഈ കൈക്കുട ഭാഗത്തോട്ട് 2 എടുക്കാം. അത് ഷേപ്പിൻ്റെ അനുസരിച്ച് ആ കൈക്കുട്ട ഭാഗത്തോട്ട് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ഈ കട്ടിങ് പീസിൻ്റെ വിത്ത് എത്രയായിരുന്നു? 36 അപ്പോൾ 36ൻ്റെ പകുതി 36ൻ്റെ 4 ഭാഗം 9 വരെ അല്ലേ, 9 വന്നിട്ട് പിന്നെ തയ്യൽ തുമ്പ് 1.5. അപ്പോൾ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ ചരിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങോട്ട് കയറി വരും. ഇത്രയും മനസ്സിലായല്ലോ. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൂടെ മനസ്സിലാവും കേട്ടോ. ആദ്യം എന്നാ ചെയ്യുക, ഫ്രണ്ട് നെക്ക് അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ഷോൾഡർ കട്ട് ചെയ്ത്, എന്നിട്ട് ബാക്കിൻ്റെ ആം ഹോളാണ് ഇത്. ഞാൻ ഫ്രണ്ട് അരയിഞ്ച് കുഴിച്ച് വെട്ടി. അപ്പം ഇങ്ങനെ വെട്ടുക. ഇത് നമ്മുടെ ബാക്കിലെ വണ്ണത്തിൻ്റെ അടയാളം. ഇവിടേക്കാളും ഇതുണ്ട്. ഞാനിവിടെ ബാക്കിലെ വണ്ണം ഇവിടെ 1.5 ഇഞ്ച് ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് ഇവിടെ 1.5 ഇഞ്ച് ചരിച്ച് കൂട്ടിയെടുത്ത്. അല്ലെങ്കിൽ അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ ബ്രസ്റ്റൊക്കെ ഉള്ളവർക്ക് പിടുത്തം വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞല്ലോ. ഇനി നമ്മളെ ഇവിടെ പടി വെക്കുന്നിടത്ത് ലൂസ്, കഴുത്തിൻ്റെ അവിടെ ലൂസ് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് ഒന്ന് ഷേപ്പിലെടുക്കണം. എന്നിട്ട് ഇനി കട്ടിങ് പീസ് വെട്ടുവാണേ. ആ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. എന്നിട്ട് നമ്മുടെ വണ്ണം ഞാൻ ഇവിടെ നമുക്ക് 9 ആണ് വന്നേക്കുന്നത്. 36ൻ്റെ 4 ഒരു ഭാഗം 9 വന്നു. 9 ഇങ്ങനെ ചരിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ നമുക്കവിടെ തുണി തികയാതെ വരും. തയ്യൽ തുമ്പിട്ട് 1.5. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഞാനിത് മാറ്റാം. ഉണ്ടോ, ഈ ചരിവ് ഉണ്ടോ, ഇത് മാറ്റാം. ഇനി ഈ ടക്ക് പിടിച്ച് വരുമ്പോൾ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടക്ക് പിടിച്ച് വരുമ്പോൾ ഉണ്ടോ, അതെ, ഈ മെയിൻ ടക്ക് 1.5 ഇഞ്ച് നമ്മൾ പിടിച്ച് വരുമ്പോൾ നമ്മുടെ ഈ കട്ടിങ് പീസ് ഇത് കറക്റ്റ് ആവുമെന്ന് നോക്കണം. ഉണ്ടോ, തയ്യൽ തുമ്പ് വെച്ച് ഇത് കറക്റ്റാണ്. അതിനാണ് ഞാനിവിടെ 1.5 ഇഞ്ച് കൂട്ടിയെടുത്തത്. അപ്പോൾ എല്ലാം കറക്റ്റായി കണ്ട മനസ്സിലായല്ലോ. ഇത് ഇവിടുത്തെ 1.5 ഇങ്ങനെ പിടിച്ചപ്പോൾ കുറവ് വരുന്നതിനാണ് ഈ ബ്രസ്റ്റിൻ്റെ അവിടെ 1.5 കൂട്ടിയത്. അല്ലെങ്കിൽ പിടുത്തം വരും, ബ്രസ്റ്റ് ഉള്ളവർക്കെല്ലാം പിടുത്തം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത്. ഇനി എന്താ ചെയ്യാമെന്നറിയാമോ, ഇവിടെ നമുക്കൊരു ഇവിടെ ഈ പടി വെക്കുന്നതിൻ്റെ 1/2 ഇഞ്ച് അങ്ങ്
മാർക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു അര ഇഞ്ച് കേട്ടോ. ഇങ്ങനെ വേറെ അങ്ങോട്ട് പോകരുത്, ഒന്ന് അര ഇഞ്ച് മാറ്റി മതി. അപ്പോൾ അവിടെ പടിയുടെ നീളം ഇത്തിരി ഷേപ്പായിട്ട് കിട്ടും. ഓക്കെ, ഇതേപോലെ 2 എണ്ണം കൂടെ എടുക്കണം കേട്ടോ. 2 അല്ല 6 എണ്ണം എടുക്കണം കേട്ടോ. ഇപ്പോൾ ടക്ക് നമുക്ക് ഫ്രണ്ട് പീസിൽ അടയാളപ്പെടുത്തിയല്ലോ. ഇപ്പുറത്തും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു സൂചി വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. സൂചി വെച്ചിട്ട് നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ടല്ലോ, കട്ട് ചെയ്തുകൊണ്ട് അതിനകത്തോട്ട് അങ്ങ് വരച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു സൂചി ഇങ്ങോട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇപ്പുറത്ത് വരും, അവിടെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ബാക്ക് ചെയ്തു, ഫ്രണ്ട് ചെയ്തു, കട്ടിങ് പീസ് ചെയ്തു. ഇത് കട്ടിങ് പീസ് എന്ന് പറയും. ഇത് നമുക്ക് 6 എണ്ണം വേണം. ഇനി നമുക്ക് എന്തിനാ വേണ്ടത്? സ്ലീവ് വേണം അല്ലേ. സ്ലീവ് ചെയ്യുമ്പോഴും ഡിസൈനുള്ള കൈയാണെങ്കിൽ നോക്കിക്കോണം കേട്ടോ. ഡിസൈനുള്ള സ്ലീവാണെങ്കിൽ തുണി ഡിസൈൻ ഉണ്ടെങ്കിൽ നോക്കിയെടുക്കണം. ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ അങ്ങ് വെട്ടിപ്പോകരുത്. അപ്പോൾ തുണിയെ തിരിച്ചിടണം. ഓക്കെ, തുണി നമ്മുടെ മുകളിലോട്ട് പോകേണ്ട ആ ഡിസൈൻ. അപ്പോൾ തുണിയെ തിരിച്ചിട്ടിട്ട് കൈയുടെ ലെന്ത് എത്രയാണെന്ന് വെച്ചിട്ട് അതനുസരിച്ച് എടുക്കുക. കൈയിറക്കം വന്നേക്കുന്നത്, സ്ലീവ് വന്നേക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 പിന്നെ അടി മടക്കി തയ്ക്കാൻ 1.5 കൂട്ടിയെടുക്കണം. കൈയിറക്കം വന്നേക്കുന്നത് ഇതങ്ങ് ലെവൽ ചെയ്യാം. കൈയിറക്കം വന്നേക്കുന്നത് 7 ഇഞ്ചാണ്. 7-ന് 8.5 എടുത്തു. മനസ്സിലായല്ലോ? 7 വേണ്ടത്, ഞാൻ 8.5 എടുത്തു. പിന്നെ ആം ഹോള് കൈ കുഴിച്ച് വെട്ടണമല്ലോ ഇവിടെ. അപ്പം ഞാനിങ്ങനെ പല രീതിയിൽ വെട്ടാൻ ഞാൻ ഇങ്ങനെ നോക്കുന്നു. എനിക്ക് ആം ഹോൾ റൗണ്ട് വന്നേക്കുന്നത് 9.25 അല്ലേ. അപ്പം കൈക്ക് വരുമ്പോൾ അത് 9 എടുത്താൽ മതി കേട്ടോ. കൈക്ക് വരുമ്പോൾ ഈ 9 എവിടെ കിട്ടുന്നു അവിടെ നോക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടി. ഇവിടെ ആണ് 9. ഇത്തിരി തയ്യൽ തുമ്പിൽ കുറവുണ്ട്, അത് ജോയിൻ്റ് ചെയ്യണം കേട്ടോ. അപ്പം 9 എവിടെ കിട്ടി? കൈ ബോഡിയുടെ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതിയാണ് 9.25. അത് 18. 18ൻ്റെ പകുതി 9, അര ഇഞ്ച് ലൂസ് കൂട്ടി. ഇപ്പോൾ കൈക്ക് സ്ലീവിന് അത് വരുമ്പോൾ അതിനേക്കാളും 4 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പം എനിക്ക് 9 മതി. ഈ നമ്മൾ ഇറക്കം ഇവിടെ മാർക്ക് ചെയ്തല്ലോ, 7 ഇറക്കം വേണ്ടുന്നത് 8 മാർക്ക് ചെയ്തല്ലോ. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് മടക്കി തയ്ക്കാൻ പോകും. അത് കഴിഞ്ഞതിന് ശേഷം ഈ എൻഡിൽ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ 9 ഇവിടെ കിട്ടുമെന്ന് വെച്ചാൽ 9, അതിനേക്കാളും 4 ഇഞ്ച് കുറച്ച്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്കിങ്ങനെ അതായത് ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതേപോലെ ഒരു ലൈൻ ചെയ്തിട്ട് ഇങ്ങനൊരു വര വരച്ചിട്ട് ആ കോർണറിൽ നിന്ന് കേട്ടോ, ഈ ലെന്ത് എത്ര കിട്ടിയേ? 4 കിട്ടിയില്ലേ? ഈ ലെന്തും 4 കിട്ടിയല്ലോ. അപ്പോൾ ആ കോർണറിൽ നിന്നൊരു 4 മാർക്ക് ചെയ്തതിന് ശേഷം ഇവനെ നമുക്ക് ഇങ്ങനെ വരച്ച് 4 കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കും തോറും ഓരോ ഐഡിയകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ കൈ കുഴിച്ച് വെട്ടുന്ന ഒരു മെത്തേഡാണ് ഇത്. ഞാൻ ഒന്നുകൂടെ പറയാം. ലെന്തിൻ്റെ കൂടെ കൈയിറക്കത്തിൻ്റെ കൂടെ 1.5 കൂട്ടി 8.5 എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം 4 മടക്കിയിട്ടേക്ക് വന്ന 2 കൈക്കൂടെ മടക്ക് ഭാഗം നമ്മുടെ സൈഡ്, ഓപ്പൺ വരുന്ന ഈ സൈഡ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ടേപ്പ് ഞാൻ ഇറക്കത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം എനിക്ക് ആം ഹോളിൻ്റെ പകുതി നമുക്ക് കിട്ടിയത് 9.25. 9.25 ബോഡിക്ക് കിട്ടി ലൂസോടുകൂടി. അപ്പോൾ അതിനേക്കാളും അര ഇഞ്ച് കുറച്ചെടുക്കണം. 9.25 അല്ല, 9.25 അര ഇഞ്ച് കുറച്ചെടുക്കുമ്പോൾ 9 എടുത്ത് 9 എനിക്ക് ഇവിടെ കിട്ടി. അത് മാർക്ക് ചെയ്യുക. ഇത് 9 ഇങ്ങനെ 9 കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും വെക്കരുത്. നമ്മുടെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. എന്നിട്ട്
ഇപ്പോൾ ഞാനിവിടെ നോക്കിയപ്പം എനിക്കിവിടത്തെ ലെന്ത് എത്ര വന്നു, കൈ കുഴിച്ച് വെട്ടുന്നത് 4 വന്നു. അപ്പോൾ ആ ഇവിടെ ഒരു കോർണറായല്ലോ, ആ കോർണറിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം എളുപ്പ വഴിയാണ്, ചെയ്യണമെന്നില്ല, അല്ലാതെയും ചെയ്തെടുക്കാം. നിങ്ങൾ അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എൻഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൈയുടെ ഇവിടെ അടിഭാഗത്തെ വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അത് മാർക്ക് ചെയ്യുക. അടിഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 13, അപ്പോൾ 6.5 മാർക്ക് ചെയ്യുക. ഉണ്ടോ, 6.5 എടുത്തിട്ട് ഇങ്ങനെ വരും. 6.5 നമുക്കിവിടെ മാർക്ക് വരും, ഇങ്ങനെ വരും. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് മടക്കാനുള്ള കട്ട്. ഇവിടെ ഒരു ഇത്തിരി നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടണം. അത് പീസ് വെച്ച് അടിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒരു ചെറിയ പീസ് വെച്ച് അടിക്കുമ്പോൾ അവിടെ തയ്യൽ തുമ്പിലങ്ങ് പോകാൻ അടിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് തുണി തിരിച്ചിട്ട് അതിൻ്റെ ഡിസൈൻ മാറിപ്പോകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പിന് വേണ്ടി നമ്മളവിടെ ഒരു 4 പീസ് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് വരുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ആ തയ്യൽ തുമ്പിൽ പോകും. അപ്പം മനസ്സിലായല്ലോ? ഇനി ഫ്രണ്ടിലെ പടി, ബാക്കിലെ പടി, ക്രോസ് പീസ് നെക്കിനുള്ള ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടില്ല കേട്ടോ. അപ്പം സ്ലീവ് ഇത്രയും വെട്ടിയതിന് ശേഷം സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഇവിടം വരെയല്ലേ വണ്ണം, ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക്, ഈ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക്. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്ക് കാണുക, സെൻറ്റർ ഭാഗം കാണുക. ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്നതാണ്. 2 കൈ കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി നിവർത്തിയിട്ടതിന് ശേഷം ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം കണ്ടോ, മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ തയ്യൽ തുമ്പിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ലെന്ത് നോക്കിയിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഉള്ള നീളം നോക്കുക, 7 ഇഞ്ച്, 7ൻ്റെ പകുതി 3.5. അവിടെ നമുക്കൊരു 1/2 ഇഞ്ചും ഈ സെൻറ്റർ ഭാഗം, കൈക്കുഴിയുടെ ആ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടകത്തോട്ട് ഇങ്ങനെ എടുത്ത് കളയണം. ഇല്ലേ, 1/2 ഇഞ്ച് ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് കണ്ടോ, ആ 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ചെല്ലുമ്പോൾ അത് കത്തിരിയുടെ തുമ്പ് വെച്ച് ഷേപ്പിലങ്ങ് പോകും. അപ്പോൾ ഇത് ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി കട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഫ്രണ്ടിലോട്ട് വരണം. കണ്ടോ, മനസ്സിലായല്ലോ? ഇത് ഫ്രണ്ടായി. അപ്പം കൈയും വെട്ടി ബോഡിയും വെട്ടി. നമ്മുടെ കൈത്തുമ്പ് കണ്ടോ, ഇവിടെ ഷോൾഡർ പിടിച്ച് പോകുമ്പോൾ കുറച്ച് 1/2 ഇഞ്ച് പോകുമല്ലോ. പിന്നെ ഇത് കറക്റ്റായോ എന്ന് നോക്കിയാൽ മതി. കണ്ടോ, ബാക്ക് പീസ് കണ്ടോ, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ തയ്യൽ തുമ്പ് ഇങ്ങനെ വെട്ടുമ്പോൾ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. അറിയാൻ വയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെങ്കിലും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താലേ കൂടുതൽ ആൾക്കാർ ഇത് കണ്ട് നല്ല രീതിയിൽ അവർക്കും ചെയ്യാൻ തോന്നുള്ളൂ. അപ്പം നിങ്ങളതങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, മറ്റേ കട്ടിങ് പീസ് 4 എണ്ണം വെട്ടുക. ഫ്രണ്ട് പീസ് 2 എണ്ണം നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ ബാക്കിലെ പടി വെട്ടുക. ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി നിൽക്കുന്നതിന്, ബാലൻസ് നിൽക്കുന്നതിന് വെട്ടാം കേട്ടോ. ബാക്കിലെ പടി 1.5 ഇഞ്ച് വീതിയിൽ, ബാക്കിലെ പടിക്ക് 1.5 ഇഞ്ച് വീതി. ഇത് നമുക്ക് 2 പീസുണ്ട്. ഇപ്പോൾ ഇത് ബാക്കിലും വെക്കാം, കൊളുത്ത് വെക്കാനും വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, കൊളുത്ത് ഇടുന്നതിന് 2.5 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 2.25 എടുക്കാം കേട്ടോ. കൊളുത്ത് ഇടുന്ന ആയി വെക്കുന്ന പീസുണ്ടല്ലോ, അതിന് 2.25 എടുക്കാം. അപ്പം കഴുത്ത് നമ്മളിങ്ങനെ വെട്ടുമ്പോൾ ആ പീസ് വരും. വേണ്ട, ഇത്തിരി കൂട്ടിയെടുക്കണം. തയ്ച്ച് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഇത് ഇച്ചിരി കട്ടിക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള തുണിയാണ്ട് നൂല് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഡബിൾ പീസ് എടുത്തതിന് ശേഷം ഇതെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ എന്നാ ചെയ്യുക,
കഴുത്തിന് ക്രോസ് പീസ് വെട്ടണം. ക്രോസ് പീസ് വെട്ടുമ്പോൾ പിന്നെ ചെയ്യും, ഇത് 2 മടക്കുണ്ട്. ക്രോസ് പീസ് വെട്ടാൻ അറിയാത്തവർ നോക്കിക്കോ. ഇത് വരുന്നത് ഇങ്ങനെ വരുന്നത് സ്ട്രെയിറ്റ്, ഇങ്ങനെ നേരെ വരുന്നത് സ്ട്രെയിറ്റ്. ഇത് നമുക്ക് കഴുത്തിന് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനെ വെട്ടണം. അതിന് ആദ്യം ഇങ്ങനെ ഒരു ലൈൻ ചെയ്യുക. പിന്നെ 1 ഇഞ്ച് മതി, നിങ്ങൾ 1.25 എടുത്തോ ആദ്യമായിട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ക്രോസ് പീസ് വെട്ടുന്നത്. ഈ 1.25 ഇങ്ങോട്ട് വേണം. നേരെ വെട്ടുന്നത് സ്ട്രെയിറ്റ് പീസും, ഇങ്ങനെ പോകുന്നത് ക്രോസ് പീസും. ഓക്കെ, വേണ്ട. ആദ്യം ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽസ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ചേരുക. പഠിക്കണമെന്നുള്ളവർ ചേരുക. ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം കിട്ടി. ഇതേപോലെ ഒരു 3-4 വേണ്ടി വരും. 2 മടക്കുണ്ട്, 2 പീസുണ്ട്. 4 കിട്ടി കേട്ടോ. ഇതുപോലെ 4. അപ്പം നമ്മൾ എല്ലാ പീസും വെട്ടിക്കഴിഞ്ഞ് അപ്പം വേസ്റ്റ് തുണി മാറ്റി വെക്കുക. ഇതെല്ലാം കൂടെ ഒന്നാക്കിയതിന് ശേഷം അതിൻ്റെ കളറും നൂലും എടുത്താണ് തയ്ക്കുന്നത്. ഓക്കെ, ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് തയ്ക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വെട്ടി നോക്കുക, മനസ്സിലാക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.